പരിശുദ്ധനായ ഏകദൈവത്തിന് ഒരു മകനുണ്ടാകുമോ? യേശുക്രിസ്തു എങ്ങനെയാണ് ദൈവപുത്രനാകുന്നത്? ദൈവത്തിന് വിവാഹിതനാകാതെ ഒരു മകനുണ്ടാകുമോ? മകൻ എന്നൊരാളെ വിളിക്കുന്നത് ശാരീരിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന വ്യക്തിയെ മാത്രമല്ല. ഉദാഹരണത്തിന്, ഞാൻ ഇന്ത്യയുടെ മകനാണ്. അതിനർത്ഥം ഇന്ത്യ എന്നെ ജനിപ്പിച്ചു എന്നല്ല, ശാരീരിക ജനനത്തെയല്ല അവിടെ കാണിക്കുന്നത്, പിന്നെയോ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഞാൻ ഇന്ത്യ എന്ന രാജ്യത്തിൽ വസിക്കുന്നതിനാലും അതിലെ നിയമങ്ങൾ പ്രമാണിക്കുന്നതിനാലും ഞാൻ ഇന്ത്യയുടെ മകനെന്ന് വിളിക്കുന്നു. മറ്റൊരു ഉദാഹരണമാണ്, നാം എല്ലാവരും പറയുന്നു മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ്. അതിനർത്ഥം എഴുത്തച്ഛനും മലയാള ഭാഷയും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്, അല്ലാതെ ശാരീരിക ജനനത്തെ അല്ലത് കാണിക്കുന്നത്. ആയതുപോലെ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിനൊരു ഭാര്യയുണ്ടെന്നും ആ ഭാര്യയിൽ താൻ ജനിപ്പിച്ച മകൻ എന്നുമല്ല. ഇത് ശാരീരിക ജനനമല്ലത് കാണിക്കുന്നത്, പിന്നെയോ പിതാവായ ദൈവവും ദൈവപുത്രനും തമ്മിലുള്ള ബന്ധത്തെയാണത് കാണിക്കുന്നത്. ഒരു റിലേഷൻ ടൈറ്റിലാണത്. മറ്റു ചിലർ പറയുന്നു ദൈവത്തിനൊരു മകനുണ്ടാകുവാൻ സാധിക്കുകയില്ല എന്ന്. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുവാൻ കഴിയുമെന്നാണ്. ഇയ്യോബ് 42:2 ഇങ്ങനെ പറയുന്നു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. മർക്കോസ് 10:27 പറയുന്നു, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ദൈവത്തിന് മകനുണ്ടാകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവം സർവശക്തനല്ല എന്നാണ് അർത്ഥം. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം സർവശക്തനാണ്, തനിക്ക് അസാധ്യമായതൊന്നുമില്ല. ആയതിനാൽ തൻ്റെ സർവശക്തിയിൽ ദൈവത്തിനൊരു മകനെ ജനിപ്പിക്കുവാൻ കഴിയും. ചിലർ ചിന്തിക്കുന്നു പരിശുദ്ധനായ ഏകദൈവവും മറിയയും തമ്മിൽ വിവാഹബന്ധത്തിലൂടെ ഉണ്ടായതാണ് ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന്. എന്നാൽ വിശുദ്ധ ബൈബിൾ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഒരു കാലത്തെ ക്രിസ്ത്യാനികളും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദൈവപുത്രനായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു. ലൂക്കോസ് 1:34, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറ്റൊരു വാക്യം മത്തായി 1:18, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതെ, ദൈവത്തിൻ്റെ വചനം മറിയയുടെ ഉദരത്തിൽ ജഡമെടുത്ത് ജനിക്കുകയായിരുന്നു. യേശുവിനെ പരീക്ഷിക്കുവാൻ വന്ന പിശാച് അവനോട് ചോദിക്കുന്നതും നീ ദൈവപുത്രനെങ്കിൽ എന്നാണ്. അതെ, ഇന്നും പിശാചും അവൻ്റെ ആളുകളും യേശു ദൈവപുത്രനാണെന്ന സത്യം വെറുക്കുന്നു. കാരണം യേശുവിനെ ദൈവപുത്രനെന്ന് ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവൻ നരകശിക്ഷാവധിയിൽ നിന്ന് മോചനം പ്രാപിക്കുകയും നിത്യജീവൻ ലഭിക്കുകയും ചെയ്യും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, യേശു ദൈവപുത്രൻ തന്നെ.